12.88% നായന്മാരില് അവരുടെ അത്രേ ഉള്ളൂ അവര് 12.88, പക്ഷെ അവരുടെ ഇരട്ടിയോളം അവർക്ക് പ്രാതിനിധ്യം കേരള നിയമസഭയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 22.42% അവർക്ക് അവർ അധികാരത്തിലുണ്ട്. അതായത് കേരളം ഭരിക്കണത് നായന്മാരാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ പച്ച മലയാളം. ഭരണഘടന അനുസരിച്ച് തന്നെ പ്രാതിനിധ്യമുള്ളത് SC/ST വിഭാഗത്തിന് മാത്രമാണ് ഇപ്പോൾ കേരളത്തിലെ സഭയിലുള്ളത്. നമുക്കറിയാം ഈഴവര് 22.91% ഉണ്ട്. അവർക്ക് 25 പേരുണ്ട്. അതിൽ 17.8% ഉള്ളൂ. അതുപോലെ മൊത്തം ഹിന്ദുക്കള് പിന്നാക്ക വിഭാഗത്തിലുള്ളത് 31.9%. അവർക്ക് ഉള്ള അധികാരം എന്ന് പറയുന്നത് 20.71 മാത്രമാണ്. അപ്പൊ നമുക്കറിയാം ഈ 31.39 എന്നുള്ള ഇതിൽ നിന്ന് 20.71 പിന്നോക്ക വിഭാഗങ്ങൾ കൂടി വരുമ്പോഴാണ് പോകുന്നത്. അപ്പൊ പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണമാണ് ഇല്ലാതായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കണക്ക് 12.88% മാത്രമുള്ള നായർ വിഭാഗം. ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ നായർ എന്ന് പറയുന്ന ഒരൊറ്റ സവർണ വിഭാഗം മാത്രമേ കേരള നിയമസഭയിലുള്ളൂ. അതിന് മാറി നിൽക്കുന്നത് ഇപ്പൊ നമുക്കറിയാം, മരിച്ചുപോയ PT തോമസിന്റെ ജീവിത പങ്കാളിയായിട്ടുള്ള ഉമാ തോമസ് ആണ്. അതല്ലാതെ ഉള്ള ഒരു ബാക്കി മുഴുവൻ സവർണർ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നായന്മാരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 12.88% നായന്മാരില് അവരുടെ അത്രേ ഉള്ളൂ അവര് 12.88, പക്ഷെ അവരുടെ ഇരട്ടിയോളം അവർക്ക് പ്രാതിനിധ്യം കേരള നിയമസഭയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 22.42% അവർക്ക് അവർ അധികാരത്തിലുണ്ട്. അതായത് കേരളം ഭരിക്കണത് നായന്മാരാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ പച്ച മലയാളം.